മത്തായി സുവിശേഷം 8:26 വാക്യം. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ഇനി എല്ലാവരും ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ഈ വചനങ്ങളിൽ ആഴങ്ങൾ വെളിപ്പെടുവാൻ ദൈവാത്മാവേ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് ആത്മാവിലാണോ എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ നിന്നും ശുശ്രൂഷിക്കുവാൻ അടിയന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഇന്ന് പലർക്കും എത്തുവാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ അവിടെയൊക്കെ വിടുതലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്നവരെ തക്ക സമയത്ത് കടന്നു വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് മാറ്റിയാണ്. ദൈവം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിക്രമായ മോശയുടെ നാവോട് കൂടെ ഇരുന്ന ദൈവം അടിയങ്ങളോ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വചനത്തിൽ ആഴങ്ങൾ വെളിപ്പെടുവാൻ ഞങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യമായ ഇന്നത്തെ മന്ന, ഇത് സ്വർഗീയമായ മന്ന വെളിപ്പെട്ട് വരത്തക്ക വണ്ണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നത്തെ ഭോജനം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഞങ്ങൾ തിന്ന് തൃപ്തിപ്പെട്ട് ഇന്ന് കടന്ന് ഒരാഴ്ചയ്ക്ക് വേണ്ട, അടുത്ത ഒരാഴ്ചയ്ക്ക് വേണ്ട മന്ന, സ്വർഗീയമായ മന്ന, അടുത്ത ഒരാഴ്ച ഞങ്ങൾക്കുള്ള മന്ന നീ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ മാത്രമല്ല, മീഡിയ ചാനലിലൂടെയോ മന്ന ടിവിയിലൂടെയോ യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന സകല ദൈവ മക്കൾക്ക് ഇതങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരാഴ്ച ദൈവം സൂക്ഷിച്ചനായി സ്തോത്രം ചെയ്ത് കർത്താവേ, അടുത്ത ഒരാഴ്ച ഓടുവാനുള്ള സകല ഊർജമോ ഇതിന് ഞങ്ങൾക്ക് അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബലഹീനെടുത്ത് മാറ്റണം, അവിടുന്ന് അധ്യക്ഷനായിരിക്കണം. ശബ്ദം വെളിച്ചമെല്ലാം അങ്ങ് നിയന്ത്രിക്കണമേ. ആരാധനയ്ക്കെതിരായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ദേശത്തിന്റെ അധിപതികളെ, അന്ധകാര ശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ച് മാറ്റുന്നു. ദൈവജനം വിടുതലെടുക്കട്ടെ, സഭ വിടുതലെടുക്കട്ടെ, രോഗികൾ സൗഖ്യമാവിക്കട്ടെ, ഭാവികൾ മാനസാന്തരം ഉണ്ടാവണമേ, അശുദ്ധാത്മാക്കൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കുണ്ടാകുന്ന എല്ലാ അസമാധാനങ്ങളും പിന്നെ പോരുകളെ ദൈവം തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണോ. ഞങ്ങളെ താഴ്ത്തുന്ന അപ്പച്ച, വചനം അവിടത്തതാണ്, അടിയൻ അവിടത്തതാണ്. അവിടുത്തെ രക്തത്തിൽ കഴുകണം അപ്പച്ച. പുതിയ ബലത്തോടെ, പുതിയ ശക്തിയാ, ഇന്നലെ വരെ കേൾക്കാത്ത വ്യത്യസ്തമായ, ഇതുവരെ വെളിപ്പെടാത്ത ഒരു പുതിയ തലത്തിൽ പുതിയ താലന്തുകളെ വെളിപ്പെട്ട് വരുവാ ദൈവാത്മാവേ ഇടവരണമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത് കേൾക്കുന്ന ഓരോ ദൈവ മക്കൾക്ക് അത്ഭുതങ്ങളും വിടുതലുകളും സംഭവിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കരവിടെ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും അലസ്യമായിരിക്കാതെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട്, അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് എന്നോട് മനസ്സലിയണമേ, എന്റെ കുടുംബത്തോടൊന്ന് മനസ്സലിയണമേ. ഇന്ന് ലോകം ഭയപ്പെടുമ്പോ, ലോകത്തിലുള്ളവർ ഭയപ്പെടുമ്പോ, ലോക രാഷ്ട്രങ്ങൾ ഭയപ്പെടുമ്പോ, ഇന്ന് വചനം വിളിച്ചു പറയുന്നു, നീ ഭയപ്പെടണ്ട, നിന്നോട് കൂടെയുള്ള ദൈവം ഇന്നും സർവശക്തനാണ്. ഞാനാകുന്നു പറയുന്നവൻ ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങെടുക്കണോ, അധ്യക്ഷനായിരിക്കണോ, ശുശ്രൂഷ അങ്ങ് ചെയ്തെടുക്കണോ. അടിയനെ താഴ്ത്തുന്നു യേശു ക്രിസ്തു നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ വായിച്ചത് മത്തായി സുവിശേഷം 28:26 വാക്യമാണ് വായിച്ചത്. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? ശിഷ്യന്മാരെയാണ് വിളിച്ചത്. എന്താ വിളിച്ചത്? ഭീരുക്കൾ, അല്ലെങ്കിൽ നമ്മൾ പേടി തൊണ്ടന്മാർ അല്ലേ. കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു? നമ്മൾ കടലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും ഉണ്ട്, യേശുവിൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ യേശു എവിടെയാണ്? അമരത്തിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ കാറ്റുണ്ടായിരുന്നു, തിരമാല ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം അതിൻ്റെ എന്നുവെച്ചാൽ ശിഷ്യന്മാർ നോക്കി ഇതൊക്കെ ജയിക്കാൻ പറ്റുമോ എന്ന്. ഇല്ല, കാറ്റിനെ അടക്കാൻ പറ്റിയില്ല, തിരമാല ശിഷ്യന്മാർക്ക് അടക്കാൻ പറ്റിയില്ല, ശിഷ്യന്മാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റി, അവർ യേശുവിനെ ഉണർത്തുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. മാനുഷ്യമായി ഒന്ന് നോക്കിയപ്പോൾ അവരെ കഴിവ് കൊണ്ട്, ബലം കൊണ്ടൊക്കെ നോക്കിയിട്ട് ഇതെല്ലാം നമുക്ക് അതിജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കി. ഒരിക്കലും പറ്റത്തില്ല. ഇത് നിർമ്മിച്ചവന് മാത്രമേ അമർച്ച ചെയ്യാൻ പറ്റൂ. കാറ്റിൻ്റെ മേല്, തിരമാലകളുടെ മേല് ആർക്കുണ്ട് അധികാരം? യേശുവിനുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കണം.
മനസ്സിലാക്കണം, മറക്കരുത്. നിന്റെ പ്രശ്നത്തിൻ്റെ മേല്, നിന്റെ തലമേൽ ഉയരുന്ന പ്രശ്നത്തെ അമർച്ച ചെയ്യുവാൻ ആർക്ക് കഴിയും? യേശുവിന് കഴിയും. യേശുവിന് കഴിയും. നിന്റെ പ്രശ്നങ്ങളെ അമർച്ച ചെയ്യുവാൻ യേശുവിന് കഴിയും. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്ത് പറ, നിന്റെ പ്രശ്നത്തെ അമർച്ച ചെയ്യുവാൻ ആർക്ക് കഴിയും? യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെ പ്രശ്നങ്ങളെ മാറ്റാൻ ആർക്ക് പറ്റും? യേശുവിന് പറ്റും. എന്നാൽ യേശു ഉള്ള സമയത്ത് തന്നെ അവർ സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം ശക്തിയിലൂന്ന് അവർ മാക്സിമം നോക്കി, എന്നാൽ നടന്നില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്, ഇന്ന് നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കുകയാണ്. എന്നാൽ അവർ പരാജയപ്പെട്ടു. യേശു ഉള്ളപ്പോൾ തന്നെ ശിഷ്യന്മാർ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. പലപ്പോഴും പറയും, യേശു കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പരാജയം വരുമോ? നമ്മളൊക്കെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന മിടുക്കന്മാരാണ് അല്ലേ? ഞങ്ങളൊക്കെ ഭയങ്കരപ്പെട്ട ആൾക്കാരാണ്. ഇവിടെ പാസ്റ്ററിന് പരാജയം വന്നോ? ഇതൊക്കെ ചോദിക്കും. ഹല്ലേലൂയ. ചിലപ്പോൾ പരാജയങ്ങൾ വരും. അടുത്തൊരു ഉയർച്ചയ്ക്ക് വേണ്ടി ചില പരാജയങ്ങൾ, മുമ്പിൽ നിൽക്കുന്നവർക്ക് ചില പരാജയം വരും. മറക്കരുത്, പാസ്റ്റർമാർക്ക് പരാജയം വരും. അല്ല, വിശ്വാസിയൊക്കെ മാത്രമല്ല, പാസ്റ്റർമാർക്കൊക്കെ അടി കിട്ടും. ചിലപ്പോൾ പരാജയവും വരും, ചിലപ്പോൾ വീഴേണ്ടി വരും. ചിലപ്പോൾ സ്വന്തം കാര്യത്തിൽ ഊന്നിയൊക്കെ നമുക്ക് മുന്നേറാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്കൊക്കെ എന്തിനും നിരാശകൾ കടന്നു വരും. എന്നാൽ അവിടെയൊക്കെ നോക്കിയാണ് ശിഷ്യന്മാർ പരാജയപ്പെട്ടപ്പോൾ ഇനി അവർ പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകുക, ഇപ്പോൾ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകുക, ഓളങ്ങൾ ഞങ്ങളെ മുക്കുക, ഈ കാറ്റ് ഞങ്ങളെ തകർക്കുക, ഈ കാറ്റ് ഞങ്ങളെ തകർക്കുക, തിരമാല ഞങ്ങളെ മുക്കിക്കളയും എന്ന് മനസ്സിൽ എല്ലാവരും മനസ്സിന് ഇനി ഒരു രക്ഷയുമില്ല. യേശുവിനെ ഒന്ന് ഉണർത്തണം. ഇന്ന് യേശുവിനെ ഉണർത്തണം. യേശുവിനെ ഉണർത്തുക, യേശുവിനെ ഉണർത്തുക. ഇന്ന് യേശു ഉറങ്ങിയ മതി, ഇന്ന് യേശു മയങ്ങിയത് മതി. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഉണരുക, യേശുവിനെ വിളിക്കുവാനിട വന്നു. യേശു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവരെന്നെ എപ്പോഴും വിളിക്കുമെന്ന്. യേശുവിൻ്റെ ഒരു ഭയങ്കര പ്രത്യേകതയാണ്. നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത്, ചിലർ ചോദിക്കും, കർത്താവേ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ നീ കാണുന്നില്ലയോ? ഞാൻ വേദന കിടന്ന് ഇത്രത്തോളം വേദന, ഉറക്കമില്ല, കഷ്ടപ്പെടുന്നില്ലേ? ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ചിലത് എല്ലാം കണ്ടാലും അവസാനം അപ്പൻ്റെ അടുക്കൽ വന്നിട്ട്, അപ്പാ നിന്നെ കൊണ്ടേ എന്നെ പറ്റത്തുള്ളൂ, എന്നെ രക്ഷിക്കുവാൻ. ഇത് പറയുന്നത് കേൾക്കുവാൻ ആർക്കിഷ്ടമാണ്? ദൈവത്തിന് ഇഷ്ടമാണ്. എന്നാൽ തുടക്കം നമ്മൾ വിളിച്ചില്ല, ഇടയ്ക്ക് വന്നു, അവസാനം ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ പരാജയപ്പെടും. ഇപ്പോൾ ഈ കടലിൻ്റെ നടുവിൽ താണു പോകും. പ്രശ്നം അത്രത്തോളം വലുതാണെന്ന് പറഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഇന്ന് യേശുവിനെ യേശുവിനെ ഒന്ന് ഉണർത്തി. അപ്പോൾ ആ ഉണർത്തിയ സമയത്താണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, അവരുടെ അല്പവിശ്വാസികളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു എന്താ പറയുന്നത്? യേശുവിൻ്റെ കൂടെ നിന്നിട്ട് യേശു കൂടെ പറഞ്ഞ ശിഷ്യന്മാരോട് പറഞ്ഞത്, അല്പവിശ്വാസികളെ. എന്ത് വിശ്വാസമില്ലാത്തോണ്ടാണോ നിനക്കിന്റെ പ്രശ്നത്തെ ജയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഈ പ്രശ്നത്തെ നിനക്ക് ജയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ വിളിച്ച് പറഞ്ഞത്, അല്പവിശ്വാസികളെ. പക്ഷെ യേശു ഇരുന്ന സമയത്ത്, യേശു നിന്റെ പടവിലുള്ള സമയത്ത്, ശിഷ്യന്മാർക്ക് യേശുവിന്റെ നാമത്തിൽ കാറ്റേ അടങ്ങ്, യേശുവിന്റെ നാമത്തിൽ തിരമാലകളെ അടങ്ങ് എന്നൊരു വാക്ക് പറഞ്ഞില്ല. ഉപയോഗിക്കേണ്ട സമയം ശ്രദ്ധയോടെ ഇരിക്കണം. നിങ്ങൾ യേശുവിനെ ഏതളവിലാണ് എടുക്കുന്നത്, ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. മനസ്സിലായി? യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രശ്നത്തെ പറയണം, എടുത്ത് പറയണം. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തെ, ആ സെക്കൻഡിൽ നിനക്ക് എതിരായിട്ട് നിൽക്കുന്ന പ്രശ്നത്തെ നീ കൽപ്പിക്കണം. ആരുടെ പേരില? യേശുവിന്റെ പേരില. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, നിങ്ങൾ യേശുവിന്റെ പേര് പറഞ്ഞ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിടുതൽ നടക്കുമായിരുന്നു. പക്ഷെ എല്ലാം കൂടെ നടന്നിട്ട് പോലും, യേശുവിന്റെ മഹത്വം കണ്ടിട്ട് പോലും
യേശുവിന്റെ സകല അത്ഭുതം കണ്ടിട്ട് പോലും പക്ഷെ യേശുവിന്റെ നാമം എടുത്തില്ല. ഇന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോ നമ്മളൊക്കെ അടുത്തുള്ളവരെ വിളിക്കും, വേണ്ടപ്പെട്ടവരെ വിളിക്കും, നാട്ടുകാരെ വിളിക്കും, പ്രശ്നം വരെ ഓടും. പക്ഷേ ഇതെല്ലാത്തിനും വിളിക്കുമ്പോൾ അവിടെയൊക്കെ പരാജയങ്ങൾ വരാം. അവർക്കൊന്നും ഒന്ന് ചിലപ്പോൾ ഒന്ന് ചെയ്തു തരാൻ പറ്റത്തില്ല. ദൈവമക്കളെ, നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ നീ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടാൽ, നീ ഒരു പരീക്ഷയിൽ അകപ്പെട്ടാൽ, നീ വേദനയിൽ അകപ്പെട്ടാൽ, നീ ഒരു കഷ്ടതയിൽ അകപ്പെട്ടാൽ, നിന്നെ സഹായിക്കുവാൻ ആർക്ക് പറ്റോ? ഒരു യേശുവിനെ പറ്റത്തുള്ളൂ. നീ പറയണോ, നീ കൽപ്പിക്കണോ. ഇന്ന് നീ പറയണ യേശുവിന്റെ നാമത്തിൽ ഒന്ന് അടങ്ങ് എന്ന് പറഞ്ഞാൽ നിന്റെ പ്രശ്നം അടങ്ങും. മറക്കരുത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതി വെച്ചോളണം. നിങ്ങൾ പ്രശ്നത്തിൽ അകപ്പെടും മുമ്പേ, ആമേ മുങ്ങി താഴും മുമ്പേ യേശുവിന്റെ നാമത്തിൽ, ആമേ ഹല്ലേലൂയ. ചില സ്റ്റേഷനിലും കോടതിയിലൊക്കെ ചെല്ലുമ്പോ ആമേ ഹല്ലേലൂയ ഡീലിംഗ് ചെയ്യാൻ പറയും, ഞാൻ യേശുവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് പരിചയപ്പെടുത്താൻ പറ്റുമോ യേശുവിനെ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഹാലയിൽ ഗവൺമെന്റ് തലത്തിലും പ്രൈവറ്റ് തലത്തിലും പറയാൻ പറ്റുമോ, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ എടുത്തിട്ടില്ല? ചില പരീക്ഷകൾ വരുമ്പോ നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ പറയാൻ പറ്റുമോ? അവിടെ യേശുവിന്റെ പേര് പറയാൻ പറ്റുമോ? നീ കേസിൽ തോക്കുന്നുണ്ടെങ്കിൽ പറ, അത് യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയിക്കും. ഒരു തോൽവി നിന്റെ മേൽ വരുമ്പോ എല്ലാവരും മറ്റുള്ളവരുടെ കൂടെ 1000 പേര് നിന്റെ കൂടെ അവരുടെ കൂടെ ഉണ്ടെങ്കിലും നിന്റെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. പക്ഷെ നിന്റെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. നീ പറ, യേശുവിന്റെ നാമത്തിൽ ഞാനിത് ജയിക്കും. 1000 പേര് നിൽക്കുന്നേക്കാട്ടിലോ ഒരുവനായി യേശു കൂടെ നിന്നാ മതി. നിന്റെ കൂടെ യേശു കൂടെ നിന്നാ മതി. 1000-നെക്കാട്ടി 10,000-നെക്കാട്ടിലും തുല്യനായ ഒരുവൻ നിന്നാ മതി. നീ ജയിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ പരാജയത്തെ, ഇന്നൊരു പരാജയം വരാ കാര്യം, ഇന്ന് നിങ്ങൾക്ക് പരാജയം ഉണ്ടാവാൻ കാര്യം യേശു നിങ്ങളുടെ മുഖത്ത് നോക്കി അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കത്തില്ല. കാര്യം യേശുവിന്റെ കൂടെ നടന്നിട്ട് അത്ഭുതം കണ്ടവര്, അപ്പം തിന്നവർ, വിടുതൽ കണ്ടവർ, മഹാ വൻ കാര്യങ്ങൾ കണ്ടവർ ഇന്ന് ഈ അത്ഭുതം കണ്ടിട്ട് പോലും ആമേ ഹല്ലേലൂയ ശിഷ്യന്മാരെ നോക്കി യേശു അല്പവിശ്വാസികളെ എന്ന് വിളിക്കണമെങ്കിൽ ആ വേദന ഹൃദയത്തിനകത്ത് ശിഷ്യന്മാരെ വേദന എന്ത് മാത്രമായിരിക്കും. ഇന്ന് നിങ്ങൾ വലിയ 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 പ്രശ്നത്തിലേക്ക് കടന്നു പോകുമ്പോ, ഇന്ന് വലിയ വലിയ ഡീലിംഗ് ചെയ്യുമ്പോ നിങ്ങളൊരു പരാജയം നിങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ യേശുവിനെ പ്രവർത്തിക്കുവാൻ, നിങ്ങൾ യേശുവിനെ അവിടെ നിങ്ങൾ പരിചയപ്പെടുത്തുവാൻ, യേശുവിനെ പ്രവർത്തിക്കുവാൻ, യേശുവിനെ നാമം എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു പരാജയത്തിലേക്ക് കടന്നു പോയത്. ഇന്ന് ആ പരാജയത്തെ മാറ്റിയിട്ട് പറ, നീ പോകും മുമ്പേ നിന്റെ യാത്രയില്, നിന്റെ ജീവിതം എന്ന യാത്രയില് തുടക്കമേ യേശുവിനെ കൂട്ടിക്കൊള്ളണം. ആമേ, തുടക്കമേ യേശുവിനെ കൂട്ടിക്കൊള്ളണം. യേശുവിനെ കൂട്ടാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിനെ തുടക്കമേ. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കണം, യേശുവിനെ നിർത്തേണ്ട സ്ഥാനത്ത് യേശുവിനെ നിർത്തണം. അതുകൊണ്ട് ഹല്ലേലൂയ അവസാനം വീണ ശേഷമല്ല യേശുവിനെ വിളിക്കേണ്ടത്, ഒരു പരാജയം വന്നിട്ടല്ല യേശുവിനെ വിളിക്കേണ്ടത്, ഒരു കഷ്ടത വന്നിട്ടല്ല യേശുവിനെ വിളിക്കേണ്ടത്, മുങ്ങി താഴുന്ന സമയത്തല്ല യേശുവിനെ വിളിക്കേണ്ടത്. ആമേ ഹല്ലേലൂയ നശിച്ചു പോകും എന്ന് പറയുന്ന സമയത്തല്ല യേശുവിനെ വിളിക്കേണ്ടത്. നീ ഏത് സമയത്തും യേശുവിനെ വിളിച്ചാൽ നിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരേ ഒരു ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങൾ യേശുവിനെ നാമം എടുത്ത് ഉപയോഗിക്കണം. നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാം. യേശുവേ, ഞാൻ യേശുവിന്റെ നാമത്തിലാണ് പോകുന്നത്. ഞാൻ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മുമ്പിൽ നിൽക്കുന്നതിന് നിങ്ങൾ കൽപ്പിച്ചോക്ക്. കുഞ്ഞിലെ വിശ്വാസത്തോടെ കൽപ്പിച്ചോക്ക്. നിങ്ങളുടെ നിരാശകൾ മാറും, നിങ്ങളുടെ പരാജയങ്ങൾ മാറും, നിങ്ങളുടെ മൂകതകൾ മാറും. മനസ്സിനകത്ത് ദൈവം പ്രവർത്തിക്കുവാൻ, നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ പരാജയപ്പെട്ട ശിഷ്യന്മാര്, എന്നാൽ ശിഷ്യന്മാരിവിടെ പരാജയപ്പെട്ടു. യേശു ഉള്ള സമയത്ത് തന്നെ അവർക്കൊരു ഭീതി വന്നു, ഞങ്ങൾ മരിച്ചു പോകും. ഈ മരിച്ചു പോകുന്ന സമയത്ത് തന്നെയാണ് ആമേ ഹല്ലേലൂയ യേശുവിനെ വിളിച്ചത്. കാര്യം നീ വിജയിക്കാത്തത് കൊണ്ടാ, യേശു നിന്റെ മുഖത്ത് നോക്കി വിളിച്ചതാണ്. ആമേ ഹല്ലേലൂയ അല്പവിശ്വാസികളെ, നീ പരാജയം വന്നാൽ, നിനക്കൊരു പരാജയം വന്നാൽ
അല്പവിശ്വാസികൾ എന്ന് വിളിക്കും. പക്ഷെ പരാജയം, ഒരു ദൈവ പൈതല് പരാജയപ്പെടുന്നത് യേശുവിന് ഇഷ്ടമല്ല. യേശുവിന്റെ കൂടെ നടന്നിട്ട്, യേശുവിനെ സ്വീകരിച്ചവർ, യേശുവിനെ അറിയാന്നുള്ളവർ കൂടെ നടന്നിട്ട് ഒരു പരാജയം വന്നാൽ യേശു ഇഷ്ടപ്പെടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കും കുഴപ്പമില്ല, അടുത്തെങ്കിലും കയറാം. ഇല്ല, ഒരിക്കലും യേശു ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ പരാജയം ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ പരാജയത്തിന് കാരണം അവരവർ തന്നെയാണ്. മനസ്സിനകത്തുണ്ടാവുന്ന നീരസവും, മനസ്സിനകത്ത് കിട്ടുമോ കിട്ടൂലയുമോ, പ്രാപിക്കുമോ പ്രാപിക്കില്ലേമോ, അവിശ്വാസത്തിൽ ഒരിക്കലും ദൈവം പ്രവർത്തിക്കത്തില്ല. വിശ്വാസത്തിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഇന്ന് പറയണം, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഉയർത്തിയാലും ഉയർത്തിയില്ലെങ്കിലും, തിന്നാലും തിന്നില്ലെങ്കിലും എനിക്ക് ഈ ദൈവം മതിയെന്ന് പറയണം. ഹല്ലേലൂയ, ആമേൻ. ഈ ദൈവം മതിയെന്ന് പറയത്തക്ക ഒരാത്മഭാരം. ഞാൻ പറയട്ടെ, നിങ്ങൾ പരാജയപ്പെട്ടു, ഒരിക്കൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നും പറഞ്ഞിട്ട് എൻ്റെ ജീവിത പരാജയം എന്ന് പറയരുത്. ഒരു പരാജയം ഒരു വിജയത്തിന്റെ കുതിപ്പാണ്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഒരു പരാജയം വിജയത്തിന്റെ കുതിപ്പാണ്. അല്ല, ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് നിരാശയോടെ ഭവനത്തിനകത്തിരിക്കരുത്. മറ്റുള്ളവന്ന് മാറി നിൽക്കരുത്. എൻ്റെ ജീവിത പരാജയപ്പെട്ടെന്ന് പറയരുത്. ചിലപ്പോൾ നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന ചില അസമാധാനങ്ങൾ ഉണ്ടായിരിക്കാം, ആ ഒരു വേദന വന്നത്. പക്ഷെ യേശു ആഗ്രഹിക്കുന്നത് തന്റെ മക്കൾ വിജയിക്കണം. അവർ അല്പത്തിലല്ല അധികത്തിൽ മേൽ വിചാരിക്കണം. അല്പത്തിലല്ല അധികത്തിന്റെ മേൽ സകലത്തിന് മേൽ ജയിക്കുവാനുള്ള അധികാരം ആർക്ക് തന്നിട്ടുണ്ട്? തന്റെ മക്കൾക്ക് തന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവര് അവിടെ പേടിച്ചിട്ട് അല്പവിശ്വാസികൾ എന്ന് പറഞ്ഞ, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത്? നിങ്ങൾ ദൈവം ഉള്ളപ്പോ ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ പേടിയുള്ളവർ. നിങ്ങൾക്ക് യേശുള്ള പേടിയുള്ള ഭയപ്പാടുകൾ, ഭയമുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു ഉള്ളപ്പോൾ ഇത്രത്തോളം നിങ്ങൾ പേടിച്ച് നിലവിളിക്കുന്ന എന്തിന്? കാരണമുണ്ട്. കാറ്റ് വളരെ ശക്തമായി അടിക്കുന്നുണ്ട്. ഓളങ്ങൾ അതിശക്തമായി അടിക്കുന്നുണ്ട്. കാരണമുണ്ട്. ചുമ്മയല്ല പേടിക്കുന്നത്. ഏത് നിമിഷവും ഞങ്ങൾ മുങ്ങും, എവിടെ? കടലിന്റെ അടിയിലോട്ട് പോകും എന്നുള്ളൊരു ആത്മഭാരം ഉണ്ട്. എന്താ ഇന്ന് ആ വാക്യത്തിനകത്ത് തന്നെ, അതിനകത്ത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ഭീരുക്കളാകരുത്. നിങ്ങളുടെ കൂടെ ഉള്ളിരിക്കുന്ന ആര്? ദൈവമാണെന്ന് മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പറ, എന്റെ യേശു എന്റെ കൂടെയുണ്ട്. യേശു ഉള്ളപ്പോൾ ഭയപ്പെടണ്ട. യേശുവിനെ ഭയപ്പെടല്. യേശു ഉള്ളപ്പോഴും ഭയപ്പെടല്, ഇല്ലാത്തപ്പോഴും ഭയപ്പെടല്. ഭയങ്ങളും പേടികളെല്ലാം വിട്ട് മാറണം. ഇതിനകത്തിരിക്കുമ്പോ നിങ്ങളെ ഭയം വിട്ട് മാറണം. നിങ്ങൾ എന്തിനെയാണോ പേടിക്കുന്നത് സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളോട് കൂടെ പറയാ, നിങ്ങൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അത് സംഭവിക്കും. നിങ്ങൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ആരെങ്കിലും കണ്ട് പേടിക്കുന്നുണ്ടോ? ഈ ലോകത്ത് ആരെങ്കിലും കണ്ട് പേടിക്കുന്നുണ്ടോ? ഭയപ്പെടുന്നുണ്ടോ? അത് നിങ്ങളുടെ തലയ്ക്കിൽ വരും. പക്ഷെ അത് വരാതെ ചിന്തിക്കണം. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ശത്രു ഒരാളുണ്ട്. നിങ്ങൾക്കെതിരായിട്ട് ഇവരിപ്പം പറയണ്ട, എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് തീർത്ത് കളയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണം, എൻ്റെ കൂടെ യേശു ഉണ്ട്. എൻ്റെ കൂടെ ആരുണ്ട്? ഒരു യേശു ഉണ്ട്. ഹല്ലേലൂയ. നിനക്കെതിരായിട്ട് ഒരായുധവും ഫലിക്കത്തില്ല. നീ ഒരു ഭീരുവാകരുത്. ദൈവത്തെ അറിഞ്ഞ ദൈവ പൈതലെ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെ, നിങ്ങളൊരു വിഗ്രഹത്തിന് മുമ്പിലല്ല ആരാധിക്കുന്നത്. ഭീരുക്കളാകരുത്. നിങ്ങളുടെ പ്രശ്നത്തിന് മുമ്പ് ഭീരുക്കളാവരുത്. നിങ്ങൾക്കെതിരായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോ, ഇപ്പൊ കുടുംബത്തിനകത്തും വരുന്നുണ്ട്, പുറത്തും വരുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ നിങ്ങൾ പേടിച്ച് ഇവിടുന്ന് എല്ലാം ഇട്ട് ഓടിപ്പോകല്ലെന്നാ പറയുന്നത്. ഭീരുക്കളാകുന്നത് ദൈവത്തിന്റെ മക്കളല്ല. ഭീരുക്കൾ എന്ന് പറയുന്നത് പിശാചാണ്. ഭീരുക്കൾ. ദൈവമക്കൾ ഭീരുക്കളല്ല, അവർ ജയിച്ചവരാണ്. കരമടിച്ച് ദൈവത്തിന്റെ ശക്തിയോടെ മഹത്വത്തോടെ. നിങ്ങൾ പേടിച്ചു കഴിഞ്ഞാൽ
ദൈവം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പേടിക്കരുത്, ഭയപ്പെടരുത്. അതാ നിങ്ങൾ ഭീരുക്കുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം, എന്നാൽ നിങ്ങൾ ഭയപ്പെടുന്ന എന്ത് ഇത് പറഞ്ഞ ശേഷം സ്വർഗ്ഗത്തിൽ ദൈവം പറയുന്നു, എഴുന്നേൽക്കുകയാണ്, അവരെ ഉറപ്പിക്കുകയാണ്. ഇതാ അടുത്ത അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. നിന്നെ മൂടാൻ നിൽക്കുന്നത്, നിന്നെ തകർക്കാൻ നിൽക്കുന്ന പ്രശ്നത്തിന്റെ മേൽ ദൈവം കൈ നീട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എതിരായിട്ട് നിങ്ങളെ മൂടുമെന്ന്, നിന്നെ ഇപ്പോൾ മുക്കുമെന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേൽ, നിന്റെ തലയ്ക്ക് മേലെ നിൽക്കുന്ന പ്രശ്നത്തെ യേശു കൈകൊണ്ട് ഇതാ കൈകൊണ്ട് നീട്ടാൻ പോവുകയാണ്. യേശു ഒരു സെക്കൻഡ് കൊണ്ട്, നീ മണിക്കൂറുകൾ കൊണ്ട് ശ്രമിച്ച വിഷയത്തെ ഒരു സെക്കൻഡ് കൊണ്ട് അമർച്ച ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന് ഒരു സെക്കൻഡ് മതി. ചിലപ്പോൾ മണിക്കൂറുകളെടുത്ത ദിവസം, ചിലപ്പോ വർഷങ്ങളെടുത്ത വിഷയം, ചിലപ്പോ ദിവസങ്ങളെടുത്ത വിഷയം, നിന്നെ മുക്കുമെന്ന് വിചാരിച്ച വിഷയത്തെ കർത്താവ് അങ്ങോട്ട് ആമേ ഹല്ലേലൂയ പറയാ, കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തി. കാറ്റേ നീ ഒന്ന് അടങ്ങ്. അടുത്ത് പറയുന്നു, കടലേ നീ ശാന്തമാക്. ഈ രണ്ട് കാര്യം പറഞ്ഞതേ ഉള്ളൂ. കാറ്റിനെയും കടലിനെയും യേശു കൈ നീട്ടി പറഞ്ഞു, ഒന്ന് അടങ്ങ്. നിന്റെ പ്രശ്നം യേശു ഒന്ന് കൈ നീട്ടിയാ മതി, ആ സെക്കൻഡിൽ അടങ്ങാനേ ഉള്ളൂ. ആമേ ഹല്ലേലൂയ. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഇത് മനസ്സിലായി ആത്മാവിൽ ജാഗരിക്കുന്നവർക്കായി സ്തോത്രം. നിന്റെ എത്ര വലിയ പ്രശ്നമായാലും, ആമേ സമാധാനമില്ലാത്ത വിഷയത്തെ യേശു ഒരു വാക്ക് കൽപ്പിച്ചാ മതി, ഒന്ന് അടങ്ങ്, ഒന്ന് അടങ്ങെന്ന് പറഞ്ഞാൽ, ആമേ ഇത്രയും ദിവസത്തെ ഇതുവരെയുള്ള വിഷയത്തെ പ്രൈസ് ഹല്ലേലൂയ ഒരു സെക്കൻഡ് കൊണ്ട് അടങ്ങുവാൻ കഴിയും, അടങ്ങുവാൻ കഴിയും. എന്നാൽ യെശയ്യാവ് 41:10, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതി വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എത്ര പേർക്ക് വിശ്വാസമുണ്ട് യേശു നിന്റെ കൂടെ ഉണ്ട്? ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നവർ എത്ര പേര് ആമേൻ പറയോ? എത്ര പേര് ആമേൻ പറയോ? യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നവർ എത്ര പേര് ആമേൻ പറയും? നീ ഭ്രമിക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, നിന്റെ ഭയത്തെ മാറ്റും, നിന്റെ പേടി മാറിപ്പോകും. ദൈവം ഉള്ളപ്പോ, ദൈവം ഇല്ലാത്തപ്പോ ഭയങ്കര പേടിയാണ്. ദൈവത്തെ അറിയുന്ന മുമ്പേ ഭയങ്കര പേടിയാണ്. പക്ഷെ ദൈവത്തെ അറിഞ്ഞിട്ടും ഭയമുണ്ടെങ്കിൽ അത് മാറ്റിത്തരുവാൻ എന്ത് ചെയ്യും? ദൈവം ശക്തീകരിക്കും. ദൈവത്തിന്റെ ശക്തി വരും. ഇന്ന് പലപ്പോഴും അന്നത്തത് പോലെ അല്ല. ഇന്ന് ദൈവത്തെ അറിയുന്ന മുമ്പേ എങ്ങനെയായിരുന്നു? അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തെ അറിയുന്ന മുമ്പേ എങ്ങനെയായിരുന്നു? അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? പ്രൈസ് ദി ലോർഡ്. രണ്ട് വിഷയത്തിന്റെ മേൽ ചോദിക്കുക. ദൈവത്തെ അറിയുന്ന മുമ്പേ ഒരു വെച്ചാൽ എന്തെങ്കിലും വന്നാൽ മതി, ഭയങ്കര പേടിയാണ്. ഒരു ഇടി വെട്ടിയാൽ മതി, ഭയങ്കര പേടിയാ. ഒരു മിന്നൽ അടിച്ചാൽ മതി, ഭയങ്കര പേടിയാ. ചിലർക്ക് പറയുമ്പോ ഇത് പേടി വരുമ്പോ ഒന്നും രണ്ടും പെട്ടെന്ന് അറിയാതെ പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പേടി ഉള്ളത് കൊണ്ടാ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേ. എവിടെ താങ്ങുന്നത്? ദൈവത്തിന്റെ നീതി. ദൈവത്തിന്റെ നീതി കൊണ്ട് വലം കൊണ്ട് നിന്നെ താങ്ങുന്ന ദൈവത്തെ താങ്ങിയതുകൊണ്ട് ഇതുവരെ നമ്മൾ നടത്തിയത്. ദൈവം താങ്ങിയത് കൊണ്ടാ ഇതുവരെ എത്തിയത്. ഇന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ദൈവം താങ്ങാത്ത ഇതോടെ ഞാൻ എന്നെ ദൈവം താങ്ങിയൊന്നുമല്ല, ഞാൻ എൻ്റെ കഴിവിലാണ് എത്തിയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, ആർക്കും പറയാൻ പറ്റൂല. ദൈവത്തിന്റെ കരുതൽ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാ നമ്മൾ ഇതുവരെയും എത്തിയത്.
ദൈവത്തിൻ്റെ കരമില്ലാതെങ്കിൽ നമുക്കൊന്നും എത്താൻ പറ്റത്തില്ല. ഇന്ന് എന്തെങ്കിലുമായി തീർന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ താങ്ങിയത് കൊണ്ടാണ്. ഇന്ന് ദൈവം ഇത്രത്തോളം നമ്മൾ അനുഗ്രഹിച്ചത് ദൈവം താങ്ങിയത് കൊണ്ടാണ്. സങ്കീർത്തനം 65:7. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ നോക്കണം, അടുത്തൊരു പ്രത്യേകതയാണ് അവൻ സമുദ്രങ്ങളുടെ മുഴക്കം, തിരമാലയുടെ കോപം, ജാതിയുടെ കലഹവും ശമിപ്പിക്കുന്നു. ദൈവത്തിന് ഇതെല്ലാം അടക്കാൻ പറ്റും. എന്നുവെച്ചാൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ ഇതെല്ലാം ശാന്തമായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തെ മാറ്റുവാൻ ആർക്ക് പറ്റും? യേശുവിന് പറ്റും. നിങ്ങൾക്കെതിരായിട്ട് മുമ്പിൽ നിൽക്കുന്ന ചില കലഹത്തിന്റെ ആത്മാവിനെ ഇന്ന് കലഹത്തിന്റെ ആത്മാവിനെ വെട്ടുകയാണ്. ഓ, നിന്റെ കുടുംബത്തിലെ കലഹത്തിന്റെ പോരടിക്കുന്ന സഭയ്ക്കെതിരായിട്ട് കലഹത്തിന്റെ ആത്മാക്കള്, ഭിന്നിപ്പിന്റെ ആത്മാക്കള് അല്ലേ, എന്നുവെച്ചാൽ ഒരുമനപ്പെടാൻ കഴിയാതെ, മനസ്സിലാക്കാൻ കഴിയാതെ, ഇതിപ്പോ കുടുംബത്തിനകത്ത് കലഹമുണ്ട്, ഈ കലക്കത്തിന്റെ ആത്മാവ് സഭയിലും വരും. സഭയിലും കലക്കത്തിന്റെ ആത്മാവ് വരും. കലക്കത്തിന്റെ ആത്മാവ് വന്ന് ഇവിടെ കലക്കാൻ നോക്കും. പക്ഷെ ദൈവം അതിനെ വെട്ടാൻ പോവുകയാണ്. ഇന്ന് സഭയെ കലക്കാൻ നോക്കുന്ന കലകത്തിന്റെ ആത്മാവിനെ, ഇന്ന് പിശാചിന്റെ തന്ത്രത്തെ യേശു വെട്ടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ സഭയ്ക്കൊരു അസ്വസ്ഥ വന്നാൽ, അതാണ് ഒരു പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ഐക്യമത്യപ്പെടാനും ആർക്ക് കഴിയുന്നില്ല. പരസ്പരം നിങ്ങൾ ആ സ്നേഹത്തോടെ നിൽക്കുവാൻ കഴിയുന്നില്ല. എപ്പോഴും അസമാധാനങ്ങളും അസ്വസ്ഥതകളും ഇതാര് കൊണ്ടുവരുന്നു? കലക്കത്തിന്റെ ആത്മാവാണ്. ഇതൊരു കലക്കത്തിന്റെ ആത്മാവാണ്. മറക്കരുത്. സഭയ്ക്കെതിരായിട്ട് ഭിന്നിപ്പെടുന്നത്, ആമേ, കുടുംബത്തിലൊരു ഭിന്നിപ്പ് വരുന്നത് കലകത്തിന്റെ ആത്മാവാണ്. അത് പിശാചിന്റെ മറ്റൊരു തന്ത്രമാണ്. ഇതിനെ അടക്കുവാൻ ആർക്ക് പറ്റും? യേശുവിന് മാത്രമേ പറ്റൂ. ഇന്ന് നീ പ്രാർത്ഥിര്. നിനക്കെതിരായിട്ട് നിൽക്കുന്ന ചില കലക്കത്തിന്റെ ആത്മാവിന് ഭിന്നിപ്പുകൾ ഉണ്ടായി സഭയെ തകർക്കാൻ നോക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെ ഒരുമനപ്പെടാൻ കഴിയാതെ സഭയിൽ വരുന്ന ദൈവ മക്കളെ തകർക്കാൻ നോക്കുന്ന, വലിച്ചു കൊണ്ടുപോകാൻ നോക്കുന്ന ഓ ദുഷ്ട പിശാചിന്റെ തന്ത്രങ്ങളിൽ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അതിനെ വെട്ടി മാറ്റുകയാണ്. ഞങ്ങൾ കൽപ്പിക്കുകയാണ്. അതാ അവൻ സമുദ്രങ്ങളെയും മുഴക്കങ്ങളെ തിരമാലകളെ കോപം ജാതിയുടെ കലവും ശമിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ തന്നെ ഇതിനകത്തൊരു ശാന്തത വന്ന് വീഴുകയാണ്, ഇതിനകത്തൊരു സമാധാനം വന്ന് വീഴുകയാണ്. ഇന്ന് മുതൽ ഇതിനകത്തൊരു സ്നേഹം വന്ന് വീഴുകാൻ പോവുകയാണ്. ഇന്നലെ വരെ ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു വല്ലാത്ത ബിംബിഷ്ടം. അങ്ങനെ ആരെങ്കിലും സഭയിൽ വന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല പാസ്റ്ററെ, ഒരു ബിംബിഷ്ടമാണ്. അതൊരു പിശാചിന്റെ ഒരു കലഹത്തിന്റെ പോരാട്ടമാണ്. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വാ തുറക്കാൻ പറ്റുന്നില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ല. അതൊരു കലഹത്തിന്റെ കാര്യമാണ്. കലഹം എന്ന് വെച്ചാൽ ഇതിനെ കലഹം ഉണ്ടാക്കുക, അസമാധാനം ഇടുക, സ്വസ്ഥത നഷ്ടപ്പെടുക, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല, ആമേ, സ്തുതിക്കാൻ കഴിയാൻ പറ്റുന്നില്ല. ആ കലഹത്തിന്റെ ദൈവം ഇന്ന് ശമിപ്പിക്കുന്ന ഒരു പകൽക്കാലമാണ്. നിന്റെ പ്രശ്നത്തെ, നീ അനുഭവിക്കുന്ന വേദനകളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. മത്തായി 16:8. അതറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരായികയാൽ തമ്മിൽ പറയുന്നത് എന്ത്? അപ്പം കൊണ്ടുവന്നില്ല. എല്ലാവർക്കും 5 അപ്പവും 5000 പേർക്കൊക്കെ കൊടുത്തു. എന്നിട്ട് 12 കൊട്ട ഇതെല്ലാം ശേഷിച്ചു. അവർ അപ്പം എടുക്കാൻ മറന്നുപോയി. പടവിൽ കയറിയപ്പോ അപ്പം എടുത്തില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവിടെ ഇരുന്നും കൊണ്ട് പിറുപിറുക്കുകയാണ്. അതാ അവിടെ പറഞ്ഞത്, യേശു നിന്റെ കൂടെയുള്ളപ്പോ, നിന്റെ കൂടെ അപ്പത്തെ സൃഷ്ടിച്ച് അല്ലെ വർദ്ധിപ്പിച്ച ആരാ? യേശുവാണ്. അവിടെ ശേഷിപ്പ് വന്നു, അത് ശിഷ്യന്മാരെടുത്തില്ല. എന്നിട്ട് പറയാണ്, നീ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ എടുക്കുമെന്ന് നീ വിചാരിച്ചു. ഇന്ന് ലോകം അങ്ങനെയാണ്. നീ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു, അല്ലേ, ഞാൻ എടുക്കുമെന്ന് നീ വിചാരിച്ചു. നമ്മൾ രണ്ടുപേരും എടുത്തില്ല.
എന്നിട്ട് രണ്ടുപേരും കൂടെ പഴിചാരുകയാണ്. ഇത് അങ്ങോട്ട് ചെല്ലും പറയാണ്, ശിഷ്യന്മാര് പരസ്പരം അങ്ങോട്ട് ചെല്ലും പറയുകയാണ്. എന്നിട്ട് യേശു കേട്ടിട്ട് പറയുകയാണ്, അല്പവിശ്വാസികളെ. എടാ, അപ്പത്തെ വർദ്ധിപ്പിച്ചവൻ അല്ലേ, 5 അപ്പവും 2 മീനും വെച്ച് വർദ്ധിപ്പിച്ചവൻ നിന്റെ കൂടെ ഉള്ളപ്പോ നീ എന്തിന് അല്പവിശ്വാസം കാണിക്കുന്നു? നിനക്ക് ഏത് സ്പോട്ടിലും ഏത് അവസ്ഥയിലും വർദ്ധിപ്പിച്ചൊരു ദൈവം നിന്റെ കൂടെ ഇല്ലയോ? ആ പടവിൽ വെച്ചും പ്രശ്നങ്ങളെ കണ്ടിട്ട് ഭയപ്പെട്ടപ്പോൾ പറഞ്ഞൊരു വാക്കാണ് അല്പവിശ്വാസികളെ. ഇവിടെ അപ്പം എടുക്കാതെ വന്ന സമയത്തും അവർ പറഞ്ഞു, അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറഞ്ഞു, അല്പവിശ്വാസികളെ. ഇന്ന് അല്പവിശ്വാസികളെ നോക്കി പറയുന്നുണ്ടെങ്കിൽ നിന്റെ വിശ്വാസത്തിന്റെ അളവ് പോരാ. ഇന്ന് വിശ്വാസ അളവ് പോരാ. നീ ദൈവത്തെ അറിഞ്ഞാൽ ഇന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. നിനക്കൊരു അത്ഭുതം ചെയ്യുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. നിന്റെ കഷ്ടത മാറ്റി തരുവാൻ യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കണം. നിങ്ങൾ ഇതിനകത്ത് വരുമ്പോൾ എനിക്ക് പരിപൂർണമായൊരു വിടുതൽ കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആ വചനത്തെ സ്വീകരിക്കുമ്പോൾ ഇന്ന് ഇതിനകത്ത് വന്നില്ല എങ്കിലോ അതിനകത്ത് പറയുന്നു, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് യേശു ഒരു അത്ഭുതം ചെയ്യുമെന്ന്. നിന്റെ വിഷയത്തെ നീ തന്നെ പറയണം, എനിക്ക് അത്ഭുതം ചെയ്യുമെന്ന്. നിന്റെ വിഷയത്തെ അടുത്തിരിക്കുന്നല്ല വിശ്വസിക്കേണ്ടത്. നിന്റെ വിശ്വാസം നീ തന്നെ വിശ്വസിക്കണം. എന്റെ വിഷയത്തിന്റെ മേൽ എനിക്ക് മറുപടി കിട്ടും. അത് തമ്മിൽ പറയുന്ന എന്ത്? നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? സങ്കീർത്തനം 107:28 വാക്യം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കത്തിൽ നിന്നും വിടുവിച്ചു. ഇന്നൊരു കഷ്ടതയിൽ ഇന്ന് ആരൊക്കെ നിലവിളിക്കുന്നോ ആ നിലവിളി ദൈവം കേൾക്കാൻ പോവുകയാണ്. ദൈവം നിലവിളി കേൾക്കും. എന്റെ കഷ്ടത യഹോവയോട് നിലവിളിച്ചു. അവര് ദൈവത്തോടാ നിലവിളിച്ചത്. നീ യേശുവിനോടാണ് നിലവിളിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നിലവിളി കേൾക്കുന്നൊരു യേശു ഉണ്ട്. നിനക്കൊരു കഷ്ടത വരുമ്പോ, കഷ്ടത വന്നില്ല എങ്കിലും നീ ദൈവത്തോട് നിലവിളിക്കണം. ആമേ, ദൈവത്തോട് നിലവിളിച്ചാൽ നിന്റെ നിലവിളി ആര് കേൾക്കും? യേശു കേൾക്കുന്നുണ്ട്. ഇന്ന് നിലവിളിക്കുന്നവരോട് പറയാ, നിന്റെ നിലവിളിക്ക് മറുപടി വരുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ഈ വർഷം തന്നെ, ഈ വരുന്ന മാസത്തിൽ തന്നെ, വരുന്ന ദിവസത്തിൽ തന്നെ ഒരു മറുപടി വരുന്നുണ്ട്. നിലവിളിക്കുന്നവരോട് പറയാ, പ്രാർത്ഥിക്കുന്നവരോട് പറയാ, ഉപവസിക്കുന്നവരോട് പറയാ, നിങ്ങൾക്കൊരു മറുപടി വരുന്നുണ്ട്. നിങ്ങൾ നിലവിളിക്കുന്ന വിഷയത്തിന്റെ മേൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം ഉത്തരം വരുന്നുണ്ട്. ദൈവം നിലവിളി അമ്മയോട് നിലവിളിച്ച് അവരുടെ ഞെരുക്കത്തിൽ നിന്നും, അതാ നിലവിള മധ്യ ഞെരുക്കത്തിന്റെ മേൽ ദൈവം വിടുവിക്കുന്നുണ്ട്. ദൈവം ഞെരുക്കത്തിൽ നിന്നും, ഇന്ന് ഞെരുക്കത്തിലൂടെ എത്ര പേർ കടന്നു പോകുന്നുണ്ട്? ആ ഞെരുക്കം അനുഭവമുള്ളവർക്കായി സ്തോത്രം. ഇന്ന് ഞെരുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ നിലവിളിക്കണം. ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്റെ മറുപടി വരുന്നുണ്ട്. ദൈവം അതിൽ നിന്ന് വിടുവിക്കുകയാണ്. ഞെരുങ്ങുന്ന വിഷയത്തിന്റെ മേൽ ദൈവം അവിടുന്ന് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഞെരുങ്ങുന്ന വിഷയത്തെ ആര് കാണുന്നു? യേശു കാണുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഒരു നിലവിളി, വലിയൊരു നിലവിളി, പ്രാർത്ഥനയ്ക്കൊരു നിലവിളി ഉണ്ടായിരിക്കണം. നിങ്ങൾ ദൈവസന്നിധിയിൽ കരയണം. നിലവിളി എന്ന് വെച്ചാൽ കരയണം. ഇതിനകത്ത് കരയുന്നോട് പറയാ, നിന്റെ മറുപടി വരുന്നുണ്ട്. നീ കരയുന്ന വിഷയത്തിന്റെ മേൽ നിലവിളി നമ്മുടെ കരച്ചിലാണ്. അതാ കരച്ചിന്റെ മേൽ ദൈവമക്കളെ, നിങ്ങൾ ഇതിനകത്ത് നിന്ന് കരയുമ്പോ ഒരു തുള്ളി കണ്ണുനീര് ഇതിനകത്ത് നിന്ന് പൊഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ മേൽ മറുപടി വരുന്നുണ്ട്. അത് ദൈവം കാണുന്നുണ്ട്. ദൈവം ആ വിഷയത്തിന്റെ മേൽ ഇന്ന് മറുപടി വരുന്നു. ഇന്ന് പകൽക്കാലം ഒരു മറുപടി വരുന്നുണ്ട്. സങ്കീർത്തനം 89:9 വാക്യം. സങ്കീർത്തനം 89:9 വാക്യം. നീ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കി വാഴുന്നു, അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നോക്കണം, നീ സമുദ്രത്തിലെ ഗർവം, ദേഷ്യത്തെ അടക്കി വാഴുന്നു. അതിന്റെ തിരമാലകൾ പൊങ്ങുമ്പോ നീ അവയെ അമർത്തുന്നു. സമുദ്രം എന്തുണ്ട്?
ദേഷ്യമുണ്ട്, ഗർവമുണ്ട്. അതിനെ അടക്കുവാൻ ആർക്ക് പറ്റൂ? യേശുവിന് പറ്റും. അങ്ങനെയാണെങ്കിൽ സമുദ്രത്തെ അടക്കുന്നുണ്ടെങ്കിൽ, തിരമാലകൾ പൊങ്ങുമ്പോ അവയെ അമർത്തുന്നുണ്ടെങ്കിൽ, നിന്റെ പ്രശ്നത്തെ അമർത്തി പിടിക്കുവാൻ ആർക്ക് പറ്റും? യേശുവിന് പറ്റും. സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക. ഇന്ന് വലിയ വിടുതലില്ലാതെ സംഭവിക്കുന്നുണ്ട്, വലിയ വിടുതലുകൾ. ഇന്നത്തെ ദിവസം നിന്റെ പ്രശ്നങ്ങൾ മാറുകയാണ്. സമുദ്രത്തിന്റെ ഗർവം എന്ന് വെച്ചാൽ സമുദ്രം കോപിക്കുകയാണ്. അതിനെ അടക്കുവാൻ ആർക്ക് പറ്റും? ദൈവത്തിന് പറ്റും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തെ, ആമേ ഹല്ലേലൂയ, നമുക്കിവിടെ ആർക്കും പറ്റത്തില്ല. യേശുവിന്റെ കൈ കൊടുക്കണം. യേശുവിനെ കൊണ്ടേ പറ്റൂ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തെ ആർക്ക് തീർക്കാൻ പറ്റും? യേശു പറ്റും. യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതി. അതാ അതിലെ തിരമാല പൊങ്ങുമ്പോ അതിനെ അമർത്തുന്നു. കടലുകൾക്കൊരു കരം വെച്ച് അതിരുകൾ വെച്ചിട്ടുണ്ട്, തിരമാലയ്ക്കൊരു അതിര് വെച്ചിട്ടുണ്ട്. ഇത്ര സെന്റിമീറ്റർ, ഇത്ര അളവിൽ മാത്രമേ നീ നിൽക്കാവൂ. എല്ലാത്തിനെ അമർത്തുവാൻ ആർക്ക് പറ്റും? കരയെയും കടലിനെയും വേർതിരിക്കുന്ന ദൈവത്തിന് സകലത്തിന്മേൽ കഴിയും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ആർക്ക് പറ്റും? യേശുവിന് പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്ന അളവിനനുസരിച്ചാ വിടുതൽ സംഭവിക്കുന്നത്. ഇതിനകത്ത് നീ ഇരിക്കുമ്പോൾ പറയണം, ഈ കടലിനെയൊക്കെ അറിയാലോ, ഒരു മനുഷ്യനും ഒരു കടലിനെ ഒതുക്കാൻ പറ്റൂല. ഒരു തിരമാലയെ ഒരിക്കലും ആർക്കും അമർത്താൻ പറ്റത്തില്ല. ഇന്ന് പറ്റാൻ പറ്റുമോ? ഇന്ന് എത്രയോ മനുഷ്യരുന്നല്ലോ ഭൂമിയിലുണ്ട്. എത്രയോ വലിയവരായ ചെറിയവരുണ്ട്. എത്ര വലിയവനെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എത്ര ഉയർന്ന ഒരു വ്യക്തിയായാലും, ആ കടലിന്റെ കരയിൽ ചെന്നിട്ട് ഞാൻ ഇതിനെയൊക്കെ ഒന്ന് പിടിച്ചു കെട്ടാൻ പോവുകയാണ്, ഇതിനെയൊക്കെ അമർച്ച ചെയ്യാൻ പോകണമെന്ന് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നും നമുക്ക് നിർത്താൻ പറ്റൂല. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ പ്രശ്നത്തെ, ആമേ ഹല്ലേലൂയ, ഇന്ന് മനുഷ്യർക്ക് ആർക്കും അടക്കാൻ പറ്റത്തില്ല. എന്നാൽ മറ്റുള്ളവരെ ഡീല് ചെയ്തത്, മനുഷ്യൻ ഡീല് ചെയ്തത്, ആമേ നിന്റെ മുമ്പിൽ ഡീല് ചെയ്തത് നിനക്ക് പരാജയപ്പെട്ട വിഷയം. മനുഷ്യൻ ആമേ ഡീല് ചെയ്തത് പരാജയപ്പെട്ടതിന് ദൈവം ഡീൽ ചെയ്യാൻ പോകുകയാണ്. ചിലതൊക്കെ നിന്റെ മേൽ ഉയർന്നു വരുന്ന പ്രശ്നത്തെ, തലയ്ക്ക് മേൽ ഉയരുന്ന പ്രശ്നത്തെ, ഏത് പ്രശ്നം? തിരമാല പോലെ പൊങ്ങുന്ന പ്രശ്നത്തെ ആർക്ക് പറ്റും? അതിന്റെ മേൽ ചവിട്ടി വരുവാൻ യേശുവിന് പറ്റും. മനുഷ്യർക്കല്ല, എനിക്കോ നിനക്കോ പറ്റത്തില്ല. അങ്ങനെ യേശുവിന് പറ്റും. അതുകൊണ്ട് പറ, ഈ യേശുവേ നീ ഒന്ന് കൽപ്പിക്കണം. യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിന്റെ വിഷയത്തെ അമർച്ച ചെയ്യുവാൻ യേശുവിന് കഴിയും. ഇന്ന് യേശുവിന്റെ കയ്യിൽ നിങ്ങളെ വിഷയത്തെ കൊടുക്കണം. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെ നമ്മൾ ചാടിക്കേറി ഈ തിരമാലയൊക്കെ പിടിച്ചു കെട്ടാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ആമേ ഹല്ലേലൂയ. സമുദ്രത്തിന്റെ ദേഷ്യം, കടലുകൾ കോപിക്കുമ്പോൾ ഭയങ്കര ശബ്ദവും, ഇതൊക്കെ അട്ടഹസിക്കുന്ന, നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും അട്ടഹസിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇങ്ങനെ നിങ്ങളെ ഇപ്പൊ തീർക്കും എന്ന് പറയുന്ന ആരെങ്കിലും, ഇന്ന് ചാനലിലൂടെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുകയാണ്, നീ ധൈര്യമായിട്ടില്ല, നിന്നെ തൊടത്തില്ല. നിങ്ങൾക്കെതിരായിട്ട് ശത്രു നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെതിരായിട്ട് വെല്ലുവിളിക്കുന്ന ചില തിരമാല പോലുള്ള ശക്തികളെ, സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കുവാൻ നീ ഒന്ന് വിശ്വസിച്ചാ മതി. യേശുവിന്റെ കയ്യിലോട്ടൊന്ന് കൊട്. നിന്റെ പ്രശ്നത്തെ നീ കൈകാര്യം ചെയ്യാതെ യേശുവിന്റെ കയ്യിലോട്ട് കൊട്. പലപ്പോഴും നമ്മളെടുത്ത് സ്വയം കൈകാര്യം ചെയ്യുന്നതാണ് ഒരു പരാജയത്തിലേക്ക് പോകുന്നത്. ആ പരാജയത്തിൽ പോകുമ്പോഴാണ് യേശു വിളിക്കുന്നത് അല്പവിശ്വാസികളെ. ഹല്ലേലൂയ. ഇത് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് ചെയ്യാൻ പറ്റും. എന്റെ യേശുവിന് എന്നുവെച്ചാൽ ഒരിടത്തും ഒതുങ്ങാത്തത്. ഒരു മനുഷ്യർക്കും ഇപ്പൊ പാസ്റ്റർമാർക്കൊന്നും ഒതുക്കാൻ പറ്റൂല. ചില പ്രശ്നങ്ങൾ വന്നാൽ നമുക്കൊന്നും ഒതുക്കാൻ പറ്റൂല, അല്ലേ? നമ്മൾ ഒതുങ്ങില്ല എന്ത് ചെയ്യും? ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യും? ദൈവം ഡീൽ ചെയ്യും. അതാ ഒരിടത്തും ഒതുങ്ങാത്ത ചില കേസുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരിടത്തും ഒതുങ്ങാത്ത ചില പ്രാർത്ഥിച്ചു അത് ഒതുങ്ങാത്ത കേസുകളെ ഇന്ന് പകൽക്കാലം ദൈവ കയ്യിലെടുക്കാൻ പോകുകയാണ്. ഹബക്കൂക്ക് 3:8.
യഹോവ നദികളോട് നീരസപ്പെട്ടിരിക്കുന്നുവോ? നിന്റെ കോപം നദികളുടെ നേരെ വരുന്നുവോ? നീ കുതിരപ്പുറത്തും ജയരഥത്തിലും കയറിയിരിക്കിയാൽ നിന്റെ ക്രോധം സമുദ്രത്തിന്റെ നേരെ ഉള്ളതോ? ഹല്ലേലൂയ. യഹോവ നദികളോട് നീരസപ്പെട്ടിരിക്കുന്നു, നിന്റെ കോപം നദികളുടെ നേരെ വരുന്നു. നീ കുതിരപ്പുറത്തും ജയരഥത്തിലും കയറിയിരിക്കുകയാൽ നിന്റെ ക്രോധം സമുദ്രത്തിന് നേരെ ഉള്ളതോ? നോക്കിക്കോളണം, പ്രശ്നം ഏത് രീതിയിൽ വരും. ഏത് നദികളിലൂടെയും കോപം നദികളിലൂടെയും കുതിരപ്പുറത്തും ജയരഥത്തിലും കയറി വരുന്ന ക്രോധം സമുദ്രത്തിന്റെ നേരെ ഉള്ളതോ? ചില ക്രോധങ്ങൾ പല രീതിയിലും വരുന്നുണ്ട്. ഇതെല്ലാത്തിന്റെ മേൽ പിടിച്ചു കെട്ടുവാൻ ആർക്ക് പറ്റും? യേശുവിന് പറ്റും. കരയിലൂടെ വരുന്ന പ്രശ്നവും വെള്ളത്തിന്റെ അടിയിൽ കൂടെ വരുന്ന പ്രശ്നവും ആകാശത്തൂടെ വരുന്ന പ്രശ്നത്തെയും പിടിച്ചു കെട്ടുവാൻ എന്റെ യേശുവിന് കഴിയും. കഴിയും കഴിയും കഴിയും. പ്രൈസ് ദി ഹല്ലേലൂയ. അതാ എവിടെ കൂടെയാണ് ശത്രു വരുന്നത് നമുക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം. ചിലപ്പോ നമ്മൾ വെള്ളത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോ കരയിലൂടെ ആയിരിക്കാം, ചിലപ്പോ ആകാശത്തൂടെ ആയിരിക്കാം. ഏത് കാര്യം, ക്രോധം, ഇതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ അമർച്ച ചെയ്യുവാൻ പറ്റും. ഇതിനൊക്കെ അമർത്തുവാൻ അറിയാം. പ്രശ്നങ്ങൾ മുകളിൽ കൂടെ വരുന്ന പ്രശ്നത്തെയും താഴെ കൂടുന്ന പ്രശ്നത്തെയും ഏത് രീതിയിൽ വന്നാലും ദൈവത്തിന്റെ മേൽ ശമിപ്പിക്കാൻ കഴിയുമെന്ന് പറ. ചിലർ അതുകൊണ്ട് പേടിക്കുക, ഭയപ്പെടുകയാണ്. നീ യാത്ര ചെയ്യുമ്പോ യേശുവിന്റെ കരങ്ങളിലായിരിക്കണം, യേശുവിന്റെ കൂടെയായിരിക്കണം. റോമർ 4:20. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് അവന് വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ച്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കരുത്. ദൈവം നിങ്ങളെ കുറിച്ചൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംശയിക്കരുത്. നിങ്ങൾ മറന്നുപോയി. ദൈവം നിങ്ങളോടൊരു വാഗ്ദത്തം പറഞ്ഞാൽ വർഷങ്ങളോളം കഴിഞ്ഞാലും ദൈവം മറക്കത്തില്ല, മനുഷ്യൻ മറക്കും. നിങ്ങൾ മറന്നുപോയ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതിൽ സംശയിക്കരുത്. നിങ്ങളെക്കുറിച്ചൊരു വാഗ്ദത്തം പറഞ്ഞാൽ സംശയിക്കാതെ വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. നിങ്ങളെ മുഖത്ത് നോക്കി ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അതിന് ശക്തിപ്പെടണം. ഇന്ന് അടുത്തിരിക്കുന്നവർ പറ, നീ വിശ്വാസത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. അവിശ്വാസത്തിൽ സംശയിക്കരുത്, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. മഹത്വം വേണം. അക്കരയ്ക്ക് യാത്രയ്ക്ക് പോകാന്ന് പറയുമ്പോ ഇതങ്ങ് എത്തത്തില്ല എന്ന് ഇടയ്ക്ക് പറയരുത്. ഇത് മുങ്ങിപ്പോകേ ഉള്ളൂ. മുങ്ങിപ്പോകും. സംശയം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറാൻ പറ്റൂല. ഇതിനകത്ത് സംശയിച്ചാൽ ദൈവം എന്ത് ചെയ്യും? കണ്ണടയ്ക്കും, നിങ്ങൾ വീഴും. വീഴാതിരിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ സംശയിക്കരുത്. ഇന്ന് ആരെങ്കിലും യേശുവിനെ സംശയിച്ചാൽ എനിക്ക് ഇവിടെ വന്ന് ഞാൻ വന്ന് വെറുതെ അല്ല, എന്റെ ദൈവം എന്നെ തൊടും, എന്റെ വിഷയത്തിന് മറുപടി കിട്ടും എന്ന് വിശ്വാസത്തോടെ നീ പറയണം. ഇന്ന് പല സംശയങ്ങളെ മാറ്റുവാൻ, എന്റെ ദൈവത്തിന് ഒരുപോലെ പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ ജീവിതങ്ങൾ മാറാൻ പോകുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. സംശയിക്കരുത്. നിങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. കർത്താവ് യേശു പറഞ്ഞു, വിശ്വാസത്തിൽ ശക്തിപ്പെടണം. നമ്മൾ പാരമ്പര്യമായി കിടന്നവരാണ്, അല്ലേ? പാരമ്പര്യമായിട്ട് കിടന്നവരെ പലരും പാരമ്പര്യത്തിൽ കടന്നു വന്നവരാണ്. ഇപ്പൊ പല സഭകളിലൊക്കെ പോയി ആരാധിച്ചു, അവിടെ നിന്നൊക്കെ വന്നവര്. യേശു പറയുന്നു, നീ സംശയിക്കരുത്. നിങ്ങളെ നോക്കി പറയാ, നിങ്ങൾ സംശയിക്കരുത്. നിങ്ങൾ ഇരിക്കുന്ന ജീവനുള്ള ദൈവത്തിന് മുമ്പില.
ഹല്ലേലൂയ. നീ വന്ന വഴികളെ മറക്കരുത്. ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. ഓ ഓ ഓ ഓ വിശ്വാസത്തിൽ നീ ശക്തിപ്പെടണം. ഇന്ന് എവിടെയൊക്കെ ആർക്കോ വിശ്വാസത്തിന്റെ ഒരു കുറവുകൾ എവിടെയൊക്കെയോ ഒലിച്ചു പോകുന്നുണ്ട്. ആത്മീയിൽ എവിടെയൊക്കെയോ ഒരു ശോധന വരുന്നുണ്ട്. ചില വിശ്വാസം നഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും കഥകൾ പറഞ്ഞാൽ, ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ ചെവി കൊടുക്കരുത്. ചിലർ വിശ്വാസം പോകാൻ, ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. നിങ്ങളെ അനുഗ്രഹത്തിനെതിരായിട്ട് ആരെങ്കിലും കുത്തിത്തിരിക്കുന്നവർ വന്നാൽ അതിനകത്ത് ചെവി കൊടുക്കരുത്. കുത്തിത്തിരിക്കുന്നവരെ നിങ്ങൾ പുറത്താക്കണം. അവിശ്വാസികളായിട്ട് യാതൊരു പങ്കുമില്ല. നീ സത്യദൈവത്തെ അറിഞ്ഞാൽ, ദൈവമക്കളെ എന്നും കൊട്ടിയും പാടി ഇരിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. അത് നീ സംശയിക്കുക. ദൈവം നിന്നെ ഒരു സ്ഥലത്ത് നിന്ന് അടർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്നെ ദൈവം ഒരു പാരമ്പര്യത്തിന് അടർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് പദ്ധതി ഉണ്ട്. എന്ന് തട്ടി കൊട്ടിയിരിക്കാനല്ല. ഒരു സഭയ്ക്കകത്തിരുന്ന് തട്ടിയും കൊട്ടിയിരിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ചിറകുകൾ മുളയ്ക്കണം. ദൈവസഭ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് മുളയ്ക്കണം കുഞ്ഞുങ്ങളെ? ചിറകുകൾ മുളയ്ക്കണം. ചിറകുകൾ മുളച്ചാൽ മാത്രമേ പറക്കാൻ പറ്റൂ. അതാ ദൈവം വിളിച്ചിരിക്കുന്നത്. ചിറകുകൾ മുളയ്ക്കണം. ഈ ചിറക് മുളയ്ക്കാതിരിക്കുവാൻ ചില വ്യക്തികളിലൂടെ എന്താണ് സംശയങ്ങൾ കൊണ്ടിടും. ചിലർ മുളച്ച് വരുമ്പോ ചൂടുവെള്ളം കോരി വീത്തും, ചിലർ ആസിഡ് കോരി വീത്തും. നാവിലൂടെ ആയിരിക്കാം പല സംശയങ്ങൾ കൊണ്ടിടും. നമ്മൾ അങ്ങനെയല്ലയോ, ഇങ്ങനെയല്ലയോ, അവിടെ അങ്ങനെയല്ലോ, ഇങ്ങനെയല്ലോ. ഇതെല്ലാം പരാജയമാർക്ക? കേൾക്കുന്നവരാണ്, പറയുന്നവർക്കല്ല. നിന്റെ പരാജയത്തെ ഇന്ന് കണ്ടുടണം. ഇന്ന് സംശയങ്ങൾ കൊണ്ടിടുമ്പോ ഇന്ന് പറയണം, പരാജയം പറയുന്നവർക്കല്ല, അത് സ്വീകരിക്കുന്നവർക്കാണ് പരാജയം. നമ്മളൊക്കെ അറിവുള്ളവരാ. ഞാൻ സത്യദൈവത്തെ അറിഞ്ഞിട്ട് ഞാൻ പറയട്ടെ, ഞാൻ സത്യദൈവത്തെ അറിഞ്ഞു, ദൈവത്തിന്റെ മഹത്വം കണ്ടു, അത്ഭുതം കണ്ടിട്ട് പറയാ, വേറെ ഒരു വ്യക്തി വന്ന് പറയുകയാണ്, നീ പോയത് ശരിയായില്ല, നീ വന്നത് ശരിയായില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ, ആമേ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ പറയും, ഞാൻ മഹത്വത്തിനെ കണ്ടു. ദൈവത്തിന്റെ മഹത്വം കണ്ടെടുത്ത് അവിടെ വേറെ വിശ്വാസം വന്നാൽ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. എന്താ പറഞ്ഞാൽ, പറയുന്നിടത്തല്ല ദൈവം പ്രവർത്തിക്കുന്നിടത്താണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും അവിശ്വാസം കയറരുത്, സംശയിക്കരുത്. ദൈവം എന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം ചെയ്യും. നിങ്ങൾ ഭീരുക്കളാകരുതെന്ന് പറയുന്നു. ദൈവത്തിന് പേടിക്കുന്നവരെ, ഭയപ്പെടുന്നവരെ കൂടുതൽ ഇഷ്ടമില്ല. മനസ്സിലാവുന്നല്ലോ? ദൈവം ഭീരുത്വത്തിന്റെ ആത്മാവല്ല. ദൈവത്തിൽ പ്രവർത്തിക്കുന്ന ഭീരുത്വത്തിന്റെ ആത്മാവാണോ? അല്ല, സർവശക്തന്റെ ആത്മാവാണ്. ദൈവം സർവശക്തനാണെങ്കിൽ തന്റെ മക്കളും സർവശക്തിയുള്ളതാണ്. നിങ്ങൾ പേടിച്ച് ഭയപ്പെട്ട് നിൽക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നിങ്ങൾ ഭയപ്പെടാതെ യാത്ര ചെയ്യണം, ഭയപ്പെടാതെ ചിലത് പ്രാപിക്കണം. ഇന്ന് ചില അവകാശത്തോടെ ചോദിക്കണം, ഇതെനിക്ക് കിട്ടിയേ പറ്റൂ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തെ നീ കൽപ്പിക്കണം. നിനക്ക് എതിരെ നിൽക്കുന്ന പ്രശ്നത്തെ വായെടുത്ത് കൽപ്പിക്കണം. ആരുടെ നാമത്തിൽ? യേശുവിന്റെ നാമത്തിൽ. ഇതങ്ങ് ചെയ്തു നോക്ക്. നിങ്ങൾ ഇന്ന് ഒന്ന് തുടങ്ങി നോക്ക്. ഇന്ന് നിങ്ങൾ ഒന്ന് സംശയിക്കാതെ, നിങ്ങൾ വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രശ്നത്തെ ഒന്ന് മാറിപ്പോട്ടെ എന്ന് പറഞ്ഞു നോക്ക്. മോശ കടന്ന് നിലവിളിക്കുകയാണ്, കടന്റെ കരയുന്നുണ്ട്. കർത്താവേ, ഇതെല്ലാവരും ഇപ്പൊ എന്നെ ഒതുക്കാൻ പോവുകയാണ് അല്ലേ? ഇസ്രായേൽ ജനം കടന്ന് വിളിക്കുകയാണ്. അപ്പോ യഹോവയായ ദൈവം പറയുന്നു, നീ എന്തിന് ഭാരപ്പെടുന്നു? നീ ഒന്ന് കൽപ്പിക്കേ, നീ ഒന്ന് കൽപ്പിക്കേ. നിന്റെ മുമ്പിൽ കിടക്കുന്ന ചെങ്കടലിനെ നീ പറയുമ്പോ ഞാനത് പിളർക്കും. നിന്റെ മുമ്പിൽ ചെങ്കടലാണെങ്കിലും യെരിഹോമാണെങ്കിലും ഏത് പ്രതിസന്ധി ആയാലും
എത്ര പർവ്വതം പോലത്തെ വിഷയമായാലും നിങ്ങൾ സംശയിക്കരുത്. സംശയം പരാജയത്തിന്റെ ലക്ഷണമാണ്. മറക്കല്ല്. സംശയിക്കുന്നത്, സംശയമുള്ളവർ ഭാര്യയെ ഭർത്താവ് സംശയിച്ചാൽ, ഭർത്താവ് ഭാര്യയെ സംശയിച്ചാൽ ഇവർക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ സംശയിച്ചാണ് ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ഒന്നും രണ്ട് വെട്ടിൽ തീർത്തു. ഇന്ന് സംശയമാണ്. പലപ്പോഴും സംശയങ്ങൾ കുടുംബത്തിനകത്ത് കയറുന്നുണ്ട്. നിനക്ക് നിന്നെ തന്നെ നീ വിശ്വസിക്കണം. നീ നിന്നെ തന്നെ വിശ്വസിക്കണം. ഈ ചാനലിലൂടെ കേൾക്കുന്നവരെ, നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കേ. നിങ്ങൾ വിശ്വസിക്കാതെ ഒരിക്കൽ നിന്നോട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെന്ന് വിശ്വസിക്കേ. കുഞ്ഞുങ്ങളെ വിശ്വസിക്കത്തക്കവണ്ണം ആത്മീയമായി ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ മക്കൾ ദൈവത്തിന് വേണ്ടി ഉള്ളതാണ്. നമ്മളെ കുഞ്ഞുങ്ങളെന്ന ദൈവത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്ക് വിശ്വസിക്കാം. അതും പൂർണ്ണമായി നിൽക്കുന്നവർ. അല്പമായി നിൽക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇന്ന് പേര് ബന്ധിച്ചാൽ അത്രത്തോളം പ്രാധാന്യത്തിൽ നിൽക്കുന്ന തലമുറകളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വലിയ വലിയ ദേവദാസന്മാരുടെ മക്കളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അവരറിയുന്നില്ല. പലപ്പോഴും പലവരുണ്ട് ഇന്നവർ ഇന്ന രീതിയിലൊക്കെ വീണുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് വീഴാതെ വണ്ണം, ഇന്ന് വീഴാതെ വണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ അല്പം പോലും സംശയിക്കാതെ പരിപൂർണമായി 100% യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ഓരോ സ്റ്റെപ്പുകളും നീ മുന്നോട്ട് വെക്കണം. നിന്റെ ഓരോ സ്റ്റെപ്പുകളും പറയണം, ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്റെ സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ട് മുന്നേറുവാൻ. പക്ഷെ നിന്നെ വലിച്ചു ബാക്കിലോട്ട് വലിക്കുന്ന ഈ ലോകത്തിന്റെ ശക്തികളുണ്ട്. വിശ്വാസത്തിൽ നിൽക്കുന്നവരെ വലിച്ചിടുന്ന ശത്രുക്കളുണ്ട്. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങളെ ബാക്കിലോട്ട് വലിക്കുവാൻ ശത്രു നല്ലപോലെ ശ്രമിക്കും. എന്നുവെച്ചാൽ ശിഷ്യന്മാർ ദൈവത്തെ അറിഞ്ഞിട്ട് പോലും ബാക്കിലോട്ട് വലിക്കുന്ന ശക്തികളുണ്ട്. അതാ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തെ അറിഞ്ഞു, എല്ലാമാണ്. ഇന്ന് മുമ്പിൽ നിൽക്കുന്നവർക്കാണ് എറി കൂടുതൽ. എന്നുവെച്ചാൽ ശിഷ്യന്മാർ മുമ്പിൽ നിന്നപ്പോഴാണ് എറി കൂടുതൽ. ശിഷ്യന്മാർക്ക് എറി ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം പറയണമോ? അത് മനസ്സിലാക്കണം. എപ്പോഴും ദൈവത്തെ അകറ്റുമ്പോ മനസ്സിലാക്കണം, ഒരു വലിയൊരു പരാജയം ശത്രു ഒരുക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ അല്പം പോലും സംശയിക്കരുത്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഇന്ന് വിശ്വാസത്തിന്റെ വാക്കുകളാണ്. നിന്റെ മുഖത്ത് നോക്കി യേശു വിളിക്കരുത്, അല്പവിശ്വാസിയെ, നിന്നെ ഞാനല്ലേ വിളിച്ചത്, എന്റെ കൂടെ യാത്ര ചെയ്യാനല്ലേ വിളിച്ചത്. നിന്നെ വഴിയിൽ വെച്ച് മുക്കിക്കൊല്ലുവാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ വഴിയിൽ മുക്കാൻ വേണ്ടി തിരമാലയുമുണ്ട്, ഓളങ്ങളുമുണ്ട്. ഇതിനൊന്നും വിട്ടുകൊടുക്കത്തില്ല. നീ ഇടയ്ക്കിടെ എന്തിനു ഭാരപ്പെടുന്നു? ദൈവത്തെ അല്പം പോലും സംശയിക്കാതെ നിന്നെ ദൈവം എത്തിക്കേണ്ട സ്ഥലത്ത് തന്നെ എത്തിക്കും. പറ, എനിക്കൊരു അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് എത്തിപ്പിടിക്കും. പ്രതിസന്ധികളുണ്ട്. ഒരു അനുഗ്രഹം എടുക്കുന്ന മുമ്പേ പ്രതിസന്ധികളുണ്ട്. ഒരു നന്മ പ്രാപിക്കുന്ന മുമ്പേ ഒരുപാട് പ്രതികൂലങ്ങളുണ്ട്. ഒരു ഗദരദേശത്ത് പോകണമെങ്കിൽ, ഒരു വ്യക്തിയെ വിടുവിച്ച് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്നൊന്നും ചാടിക്കേറി ഒരു വ്യക്തിയെ നേടാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അക്കരയ്ക്ക് പോകണം, അവിടെ ഒരു ദൈവ പ്രവൃത്തി നടക്കണം. അതിനെ തടയുന്ന ലോകത്തിന്റെ ശക്തികളെ, ഈ ലോകത്ത് വ്യാപരിക്കുന്ന ഈ പ്രകൃതികളെ ദൈവമേ, ഉയർന്നു വരുന്ന പ്രതികൂലത്തെ തകർക്കുവാൻ ആർക്ക് പറ്റും? യേശുവിന് പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഇത്രത്തോളം ദൈവം അനുഗ്രഹിപ്പാനിടവന്നതിനായി സ്തോത്രം. ഇന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് സഭയിൽ ആദ്യമായിട്ട് കടന്നു വന്നവരുണ്ട് കർത്താവേ, സഹോദരങ്ങളുണ്ട് പച്ച, അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ അവർ മുമ്പിലെ പ്രശ്നങ്ങളെ ഇന്നിവിടെ വന്ന് കടന്ന് ഈ വചനം കേൾക്കുമ്പോൾ അവർ ജീവിതത്തെ മുന്നോട്ട് പോകാൻ കഴിയാതെ അവർ ജീവിതത്തിൽ അപ്പുറവും ഇപ്പുറം 4 ചുറ്റും വേലി കെട്ടി പിശാച് ബന്ധിച്ച കെട്ടുകളെ പൊട്ടിക്കത്തക്ക വണ്ണം ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ മാത്രമല്ല, ചാനലിലൂടെയും യൂട്യൂബിലൂടെയും സകല ദേശത്തും വിടുതലായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തൻ്റെ മക്കൾ പല രോഗങ്ങളാൽ നിലവിളിക്കുന്നവരുണ്ട്, കടഭാരം കൊണ്ട് നിലവിളിക്കുന്നവരുണ്ട്. കർത്താവെ, ഒരു നേരം ആഹാരമില്ലാതെ നിലവിളിക്കുന്നവരുണ്ട്.
നല്ലൊരു വീടില്ലാതെ നിലവിളിക്കുന്നവരുണ്ട്, ഒരു വാഹനമില്ലാതെ നിലവിളിക്കുന്നവരുണ്ട്, ഒരുപാട് മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ നിലവിളിക്കുന്നവരുണ്ട്, 1 സെൻറ്റ് ഭൂമി പോലില്ലാതെ നിലവിളിക്കുന്നവരുണ്ട്. ഒന്നല്ല, 1-ൽ പരം വിഷയങ്ങൾ, 1000 വിഷയങ്ങളിന്മേൽ ഭാരപ്പെടുന്നുണ്ട്. ഇന്ന് ഈ വചനം വിശ്വാസത്തോടെ കേൾക്കുകയും വിശ്വാസത്തോടെ സ്വീകരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ മുമ്പിൽ കിടക്കുന്ന പ്രശ്നത്തെ കർത്താവ് അതിൻ്റെ മേൽ ചവിട്ടി അടങ്ങുക, അമർന്നിരിക്കുക, നീ അനങ്ങാതിരിക്കുക. ആ പ്രശ്നത്തിൽ പരിപൂർണമായൊരു വിടുതൽ ഇന്ന് പകൽക്കാലം വരാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവം കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. സഭയെ അങ്ങ് അനുഗ്രഹിക്കണം. അടിയങ്ങൾ നിർത്തിയതിനായി സ്തോത്രം. എല്ലാം മുഴുവൻ മഹത്വം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. സകല യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.